കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കല്യാണിയും കിരണും രൂപ എല്ലാവരും കൂടെ അങ്ങനെ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രാഹുല് മനോഹറിനെ വെല്ലുവിളിക്കുന്നുണ്ട്. വെല്ലുവിളിച്ചതിന് ശേഷം ശാരിയോട് സരയുനോട് ആ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലിന്റെ ഒരു കോള് വരുന്നുണ്ട്. ആ കോൾ എടുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ ഒരു കാറ് പൊട്ടിത്തെറിക്കുന്ന രംഗങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ രാഹുൽ ഏർപ്പാടാക്കിയ ആ ഗുണ്ട പറഞ്ഞിരിക്കുന്നത് കാറ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, അങ്ങനെ ഏർപ്പെടുത്തിയ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചെന്നായിരിക്കും. ഇത് കേട്ട് രാഹുൽ സന്തോഷിക്കുന്നൊക്കെയുണ്ട്. ആൽബിക്കോ അവർക്കോ എന്ത് പറ്റിയെന്നൊന്നും അതിനകത്ത് അവർ കാണിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒന്നും സംഭവിക്കാൻ വഴിയില്ല. പക്ഷെ നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കിരണും കല്യാണിയും എല്ലാവരും കൂടെ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തുവാണ്. ഈ സമയത്ത് കിരണാളിലും കല്യാണി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇനി കുറച്ച് നിമിഷങ്ങളോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോണിയും ആൽബിയും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് നടക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചന്ദ്രസേനൻ വന്നിട്ട് പറഞ്ഞു, അല്ല എല്ലാവരും കൂടെ എന്താ ഇങ്ങനെ നിൽക്കുന്നേ, അകത്തേക്ക് കയറുന്നില്ലേ, അവരെ വിളിച്ചു നോക്കിയോന്ന് ചോദിക്കുകയാണ്. അപ്പൊ കിരൺ പറഞ്ഞു, അവരിപ്പൊ തന്നെ എത്തുക അച്ഛാ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം. പിന്നെ പറഞ്ഞു, അല്ല ഇത്രയൊക്കെ ആഘോഷം മതിയോ, നമുക്കിന്ന് ഗംഭീരമായിട്ട് ആഘോഷിക്കണ്ടെന്ന് ചന്ദ്രസേനൻ ചോദിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ അങ്ങനെ ചോദിച്ചെന്ന് കല്യാണി പറയുന്നുണ്ട്. അല്ല കല്യാണിമോക്കും സോണിമോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര നിർബന്ധമായിരുന്നല്ലോ എൻ്റെ അമ്മയുടെ കല്യാണം ആർഭാടമായിട്ട് നടത്തണം എന്നുള്ളത്. പക്ഷെ അത് നടന്നില്ല. പക്ഷേ ഈ രജിസ്റ്ററിങ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇതിന്റെ പാർട്ടി ഒന്ന് ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് പറയാം. ഇപ്പം മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോൾ രാഹുലിനെ പേടിക്കണ്ടല്ലോ എന്ന് പറയണം. അത് വേണോ അച്ഛാ സോണി ചോദിച്ചു. അത് വേണം, ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ആ പാർട്ടി നമുക്കങ്ങ് നടത്താനെന്ന് പറയണം. റിസപ്ഷൻ നമുക്ക് നല്ല ഗംഭീരമാക്കണമെന്ന് പറയണം. ഈ സമയത്ത് ദീപ അങ്ങോട്ട് വരുന്നത്. ദീപയ്ക്ക് സോണിയെ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമവും സങ്കടമൊക്കെ വന്നു. തൻ്റെ മോൻ കാരണമാണ് സോണിയുടെ ജീവിതം ഈ വിധമായി പോയതുകൊണ്ട്. അതുകൊണ്ട് എന്താ അവൾക്കിപ്പോൾ നല്ലൊരു ജീവിതം കിട്ടാൻ പോവാ. നല്ല ജീവിതം തന്നെ കിട്ടട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നു ദീപയുടെ ഉള്ളിലുണ്ടായിരുന്നേ. പിന്നീട് ദീപ വന്നിട്ട് സോണിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം സോണിയോട് ചോദിച്ചു, അല്ല അവനെ വിളിച്ചായിരുന്നോ, വിക്രത്തിനെ വിളിച്ചായിരുന്നു ചോദിക്കും. ഇല്ല പറഞ്ഞില്ല എന്ന് പറയും. അവനെ വിളിക്കേണ്ടതല്ലായിരുന്നോ, അവനെ അറിയേണ്ടതല്ലായിരുന്നു ചോദിക്കുകയാണ്. അവൻ കാണണം മോളുടെ ജീവിതം, അവൻ മോളുടെ കഴുത്തിൽ ആൽബി താലി കിട്ടുന്ന കാണണമെന്ന് പറയണം. അവൻ ദുഷ്ടനാ മോളെ, അവനെപ്പോലെ ഒരു ദുഷ്ടൻ കാണണം, അവന് തകർന്ന് തരിപ്പണമായി പോകണം. ഒരു അമ്മ പോലും ഇങ്ങനെ പറയാത്തതാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു പോവാണ്, കാരണം അത്രമാത്രം ദുഷ്ടത്തരങ്ങൾ അവന് കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മോളോടും സ്വന്തം കുഞ്ഞിനെ പോലും അന്യൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞവനാ. അങ്ങനെയുള്ളൊരു ദുഷ്ടന് അവൻ ഒരിക്കലും ഒരു പെറ്റമ്മയ്ക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. അവൻ കാണേണ്ട കാഴ്ചയാണെന്നല്ലോ ഇതെന്ന് പറയണേ. പറഞ്ഞിട്ടൊന്നുമില്ല, ആൽബിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു ദിവസം വിളിക്കാന്നൊക്കെ. അപ്പൊ അവൻ അറിഞ്ഞാൽ മതി എന്ന് പറയാൻ. ഈ സമയത്ത് പറഞ്ഞു, ശരിയാ, ഒരു പക്ഷേ അവൻ അത് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. അവനും അവൻ്റെ അച്ഛനും കൂടെ എന്തുമാത്രം ദുഷ്ടത്തരങ്ങളൊക്കെ കാണിച്ചാ പോരാത്തിന് ഈ കല്യാണം മുടക്കാനായിട്ട് എത്രമാത്രം വൃത്തികേടുകളൊക്കെ വന്നു പറഞ്ഞേ. അത് ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ അല്ലല്ലോ മോളെ. ആൽബി നല്ലവനായതുകൊണ്ടാ അതൊന്നും വിശ്വസിക്കാതിരുന്നേ. മറ്റേത് ചെറുക്കനാണെങ്കിലും അതൊക്കെ വിശ്വസിച്ച് കല്യാണം മുടങ്ങിപ്പോയനും. നിന്റെ മനസ്സിൽ നന്മയുണ്ട് മോളെ, അതുകൊണ്ട് ആൽബിനെ പോലെ ഒരു നല്ല ചെറുക്കനെ വരനായിട്ട് നിനക്ക് കിട്ടുന്നതെന്ന് പറയണം. കല്യാണവും ശരിയാ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ സോണിക്ക് ഇങ്ങനെ ഒരു നല്ല വിവാഹം കിട്ടുമായിരുന്നു എന്ന് ചോദിക്കണം. ആൽബി മാത്രമല്ല, അവിടുത്തെ അഗസ്നച്ചായനും അവരുടെ അമ്മയൊക്കെ എല്ലാം നല്ല ആൾക്കാരാന്ന് പറയണം. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ സമയത്താണ് രാഹുലിന്റെ അടുത്തേക്ക് സരിയും ശാരിയും കൂടി ചെല്ലുന്നുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, നല്ല കൂളായിട്ട്. അവിടെ ഇപ്പൊ ഭയങ്കര ആഘോഷമൊക്കെ നടക്കുമായിരിക്കും രജിസ്റ്റർ കഴിഞ്ഞിട്ട്. നിങ്ങൾ ഇവിടെ ഇരുന്നു, ഉള്ള സ്വത്തും കൂടി ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെങ്ങനെയാ സമതലം തെറ്റിക്കഴിഞ്ഞ് നിൽക്കുന്ന ഇയാളോട് വല്ല കാര്യവും പറഞ്ഞിട്ടോ വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് മനോഹർ അങ്ങോട്ട് കടന്നു വന്നു. മനോഹർ കണ്ടപ്പോഴത്തേച്ചു, അല്ല ഞാൻ ഓർക്കുകയും ഇത്ര സമയത്ത് നീ വന്നില്ലല്ലോ എന്ന്, നീയും കൂടെ വരേണ്ടതായിരുന്നു പറയണം. അല്ല എന്തിനാ എൻ്റെ അമ്മായിച്ചാന്ന് ചോദിക്കുകയാണ്. അല്ല ഇവരിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിനക്കത് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, നിനക്കൂടെ എന്നെ കുത്തി പറയാനായിട്ട് ഒരു അവസരം കിട്ടുവാണല്ലോ എന്ന് പറയണം. അല്ല ഞാൻ പറയുന്നതിനാണോ കുഴപ്പം, അമ്മായിച്ചൻ കാണിച്ചു കൂട്ടുന്നതല്ലേന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അമ്മായിച്ചനെ ചെങ്ങലയ്ക്കിടേണ്ട വരും എന്നാ തോന്നിയെന്ന് പറയാം. ചെങ്ങലയ്ക്കാൻ പറയുന്നില്ല നിന്റെ ആരെ ഇരണ്ടേന്ന്. ഇപ്പം ഞാൻ നിന്നെ ക്ഷമിച്ചു, പക്ഷെ അധികം വൈകാതെ ഞാനതൊക്കെ കാണിച്ചു കൊടുക്കൂടെ എല്ലാവരുടെ മുന്നിൽ എന്ന് പറയണം. അപ്പൊ സാറി ചോദിച്ചു, അച്ഛൻ എന്തായി പറയണെന്ന് ചോദിക്കുകയാണ്. അച്ഛൻ എന്താ പറയണെന്ന് ഇപ്പം മോൾക്ക് മനസ്സിലായില്ല, പക്ഷെ പിന്നീട് ഒരിക്കൽ മോൾക്ക് മനസ്സിലാവുമെന്ന് പറയണം. എന്നോടാ നിന്റെ കളിയല്ലേന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ രാഹുൽ ദേഷ്യപ്പെട്ടുണ്ടെങ്കിൽ കേൾക്കാൻ തുടങ്ങുമ്പോഴത്തേനും മനോഹർ പെട്ടെന്ന് ആ ടേബിളിൽ ഇരുന്ന കത്തി അങ്ങ് എടുക്കുവാണ്. കത്തി അങ്ങ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും
സാരേ ചോദിച്ചു ഇതെന്താന്ന് ചോദിക്കണം. അല്ല അമ്മായച്ചന്റെ മുണ്ടിൽ കത്തിയിരുന്ന ചിലപ്പോൾ ആപത്താ, സമനില തെറ്റിയതല്ലേ, ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ ആ കത്തി എടുത്ത് നമ്മളെ കുത്താനും മടിക്കില്ല, സൂക്ഷിക്കണം. ഇനി മാരകായുധങ്ങളൊന്നും ഒരു കാരണവശാലും അച്ഛന്റെ മുന്നിൽ കൊണ്ടേ വെക്കല്ലെന്ന് പറയണം. രാഹുൽ പറഞ്ഞു നീ ആഘോഷിച്ചോടാ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അവസാനം നിനക്കായിട്ട് ഞാനൊരു കുരുക്ക് കരുതി വെച്ചിട്ടുണ്ട്, ആ കുരുക്ക് നീ വീഴൂടാ, അധികം നിനക്ക് ആയുസില്ലെന്ന് പറയാ, ഇനി ഒരു പെണ്ണിനെ നീ ഇങ്ങനെ ചതിക്കില്ല എന്ന് പറയണം. എന്റെ മോളെ ചതിച്ചു, ഇനിയിപ്പം ഒരു പെണ്ണിന്റെ കഴുത്തിൽ നീ താലി കെട്ടില്ല എന്ന് മനസ്സിൽ പറയണം. അല്ല അമ്മായച്ചൻ എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ, എനിക്കിട്ട് എന്തേലും പാര പണിയാനാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ നിനക്കിട്ട് എന്ത് പാര പണിയാനാന്ന് ചോദിക്കുകയാണ്. സരിയ പറഞ്ഞു അല്ലെങ്കിൽ ഈ അച്ഛൻ ഇങ്ങനെയാ, മനുവേട്ടനെ കണ്ണെടുത്താ കണ്ടുകൂടാ, ഇനിയിപ്പം നമ്മൾ സൂക്ഷിക്കണം അമ്മേ. മനുവേട്ടൻ പറഞ്ഞു ശരി തന്നെയാ, ഈ വീട്ടിൽ ഇനിയിപ്പോ ഇതുപോലത്തെ ആയുധങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ച് പൂട്ടണമെന്ന് എനിക്ക് തോന്നുന്നേ, അച്ഛൻ ചിലപ്പോൾ നമ്മളെയും കൂടെ ഇല്ലാതാക്കും, അമ്മ ആദ്യം അച്ഛന് സമനില തെറ്റിയിരിക്കുക. പക്ഷെ ആര്യ പറഞ്ഞു അതെന്താ, നമ്മുടെ മേക്കിട്ട് കയറില്ല ഇങ്ങേർക്ക് അറിയത്തുള്ളൂ, ഇങ്ങേരുടെ പെങ്ങളെ മോടെ കല്യാണം അവിടെ നടക്കുന്നുണ്ട്, അത്രയും വലിയ ആഘോഷം നടക്കുക, അങ്ങേർക്ക് അതൊന്നും അറിയണ്ട, നമ്മളോട് ഇവിടെ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കാനല്ലേ അങ്ങേർക്ക് ഇഷ്ടം എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രാഹുൽ പറഞ്ഞു അതേടി നീയൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഈ രാഹുൽ ആരാ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല, രാഹുൽ ആരാന്ന് മനസ്സിലാക്കണം, നീയൊക്കെ ഇനിയും ഒരു ജന്മം കൂടി ജനിക്കണമെന്ന് പറയാം. ശാരി പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു ജന്മം തന്നെ ധാരാളം നിങ്ങളെ മനസ്സിലാക്കാനായിട്ട്, ഇത് കൂടുതൽ നിങ്ങൾ ഇനി എന്ത് മനസ്സിലാക്കാനാ, സമനില നെറ്റി തകർന്ന് തരിപ്പണമായ നിങ്ങളെ. ഇനിയിപ്പം അധികം വൈകാതെ ഞാനും എൻ്റെ മരുമോനും മോളും കൂടെ അമേരിക്കയ്ക്ക് പോകും, പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് നിങ്ങളും നിങ്ങളുടെ പെങ്ങളും കൂടെ ഇവിടെ കിടന്ന് അങ്ങോട്ട് ആഘോഷിച്ചോളാൻ പറയാണ്, എനിക്ക് ഈ കൂത്തുകളെയൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയാം. ഈ സമയത്ത് രാഹുൽ പറഞ്ഞു അതേടി ഇനി അധികം വൈകാതെ നിങ്ങൾ ആ സത്യം അറിയുന്നത്. എന്ത് സത്യം? നീയൊക്കെ പറഞ്ഞില്ലേ രൂപയുടെ സാൻ്റെ ആ കാര്യമാണെന്നില്ലേ, അവരൊക്കെ ഇപ്പൊ തകർന്ന് തരിപ്പണമായിട്ടുണ്ടാവും പറയാണ്. നിങ്ങൾ എന്തൊക്കെ പൊട്ടത്തരാ എന്നെ മനുഷ്യ വിളിച്ചു പറയുന്നത്, ചുമ്മാ പിച്ചും പേയും പറയാതിരിക്കുക, അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞു കാണുമായിരിക്കും എന്ന് പറയണം. ഈ സമയത്തും രാഹുൽ പറഞ്ഞു കല്യാണം, നീയൊക്കെ വിചാരിച്ചോണ്ടിരിക്കുക എന്തായിരിക്കുന്നത് രാഹുലിനെ കുറിച്ച്, അത് നിനക്കൊക്കെ ഒരു വിചാരം ഉണ്ടായിരിക്കും ഈ രാഹുൽ വെറും പൊട്ടനാണ്, അല്ലെങ്കിൽ രാഹുൽ ഭ്രാന്തനാന്നുള്ളത്. രാഹുൽ ഭ്രാന്തനല്ല എന്നുള്ള സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാവുമെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സരീവിന് ശാരിക്കും ഒന്നും മനസ്സിലായില്ല, ഇങ്ങനെ ഇത് എന്തൊരു വർത്താനാ പറയുന്നത്. അപ്പൊ ശാരി പറഞ്ഞു അങ്ങേര് സമനിലയില്ലാതെ വല്ലതും പറയുന്ന മോളെ, നമുക്കിതൊന്നും കേട്ടോണ്ടിരിക്കേണ്ട, വാ മോള് വാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോവാ. ആ ഒപ്പം തന്നെ മനോഹരനെയും കൂടെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ആൽബിക്കും അച്ചായനും ഒക്കെ വേണ്ടിയിട്ട് കല്യാണപ്പന്തല് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അവരെല്ലാരും കൂടെ, കുറെ സമയമായിട്ടും കാണുന്നില്ല. ഈ സമയം കിരണോട് സേനം വന്നിട്ട് പറയാം മോനെ ഇതുവരെയായിട്ട് അവർ എത്തിയില്ലോ, അവരെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയുവാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ശരി അച്ഛൻ ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നാളെ കാണിക്കാൻ പോകും, നാളെ അറിയാം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചില്ലെന്ന്. ഒരു കാരണവശാലും ഒന്നും സംഭവിക്കാൻ വഴിയില്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നില്ലേ. ആൽബി സോണിയുടെ കഴുത്തിൽ താലി ആർത്തണം എന്നല്ലേ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം, അത് നടക്കുക തന്നെ ചെയ്യും, ആൽബി രക്ഷപ്പെടും. ഇനിയിപ്പോ രാഹുലിന്റെ ആ കുതന്ത്രത്തിൽ ആൽബി വീഴത്തില്ല, ബാക്കി ആർക്ക് എന്ത് സംഭവിച്ചാലും ആൽബിക്കൊന്നും സംഭവിക്കില്ല, ആൽബി രക്ഷപ്പെടും. കഴിഞ്ഞ ആഴ്ചത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കണ്ട ഹോസ്പിറ്റൽ ഐസിയുവിന്റെ മുന്നിൽ നിൽക്കുന്ന നമ്മൾ കണ്ടായിരുന്നു, ഇവരെല്ലാരും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതിപ്പോ ആരുടെയിലൊക്കെ സ്വപ്നമാണോ അതോ ഇനിയിപ്പോ ആൽബിക്കല്ലാതെ ആ അപകടത്തില് അഗസ്നച്ചായനും ആൽബിയുടെ അമ്മയ്ക്കുമാണ് എന്തെങ്കിലും സംഭവിച്ചതെന്ന് പറയില്ല പറ്റില്ല. ആ വിശേഷമൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കാത്തിരിക്കാട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.